നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മാഷേ, അനന്ത മാഷേ, ഒന്നിങ്ങോട്ട് ഇറങ്ങി വാടോ. നിങ്ങൾ പെൺമക്കളെ വളർത്തിയത് വന്നു കയറുന്ന വീട് കുളം തൊടാനാണോടോ? എനിക്കറിയണേ ഇപ്പോ. ഇറങ്ങി വാടോ. എടോ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്താ സുശീലേ, നിനക്ക് എന്താ അറിയാണ്ടെന്ന് വെച്ചാ എന്നോട് ചോദിക്ക്. ഞാൻ പറഞ്ഞു ഭാനുമേ, തലയ്ക്ക് തീ പിടിച്ച് വരിക ഞാൻ. എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടക്കേറി വന്നാലുണ്ടല്ലോ. അപ്പൊ നീ മുറ്റത്തല്ലേ അടുപ്പ് കൂട്ടി ചോറ് വെച്ച് തലയിലാണോ? എന്റെ വീട്ടിൽ ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും. വീട്ടിനകത്ത് എനിക്ക് ആഹാരം കിട്ടാതായ എന്റെ മുറ്റത്തല്ലാതെ ഞാൻ അടുത്ത വീട്ടിൽ പോയി കഞ്ഞി വെച്ച് കുടിക്കണോ തള്ളേ? ഈ മനുഷ്യന്റെ മകളാ എല്ലാത്തിനും കാരണം. ഇന്നലെ എനിക്ക് ഭക്ഷണം തരാതിരുന്ന നിങ്ങളുടെ മകളെ ഇന്ന് ഞാൻ കഞ്ഞി വെച്ച കോലം വരെ തല്ലി ഉടച്ചു. എന്നെ പട്ടിണിക്കിട്ട് കൊല്ലാനാണോ മാഷെ നിങ്ങൾ നിങ്ങളുടെ മകളെ എന്റെ വീട്ടിലേക്ക് അയച്ചത്? നീ കഞ്ഞി വെച്ച കലം എന്റെ മകള് തല്ലി പൊട്ടിച്ചെന്ന് ഞാൻ വിശ്വസിക്കണോ സുശീലേ? നിങ്ങൾ വിശ്വസിക്കില്ല. അനന്തമാഷയുടെ പെൺമക്കളൊക്കെ വലിയ പുണ്യാളത്തിലാണല്ലോ. പക്ഷേ സത്യം എന്താണെന്ന് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. എന്റെ ആൺമക്കളെ കൊണ്ട് എന്നെ കൊല്ലിക്കണം നിങ്ങളുടെ മകക്ക്. എന്റെ മക്കളെ തള്ളയെ കൊന്ന പാപികളാക്കി മാറ്റണം നിങ്ങളുടെ മകക്ക്. അതിന്റെ തുടക്കമാ ഇന്നുണ്ടായത്. എന്റെ ഇളയ മോനെ കൊണ്ട് എന്റെ ഇന്നത്തെ അന്നം മുട്ടിച്ച നിങ്ങളുടെ മകള് ഒരു കാലത്തും ഗുണം പിടിക്കില്ല മാഷെ. സുശീല പറയുന്നേ, നശിച്ച് നോറടക്കല്ലെടുത്തു പോകും അവളും അവളുടെ കുടുംബവും. മതി സുശീല, നിർത്ത്. സ്വന്തം മക്കളെ പോലും ദ്രോഹിക്കാൻ പാടില്ലാത്ത നിനക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ എന്ത് യോഗ്യത ഉള്ളത്? നിന്റെ മക്കൾ നിന്നെ തിരിഞ്ഞു കൊത്തുന്നുണ്ടെങ്കിൽ അത് നീ ചെയ്ത പാപത്തിനുള്ള ശിക്ഷയാ. പിന്നെ നിന്നെ പോലെ ഒരു പാപി ശപിച്ച ഒരു ദൈവം കേക്കില്ല സുശീലേ. വെറുതെ നെഞ്ചത്തടിച്ച് സ്വന്തം ശ്വാസം നിലപ്പിക്കാതെ ഇറങ്ങി പോകാൻ നോക്കണേ ഇവിടുന്ന്. പോകാം മാഷേ, ഞാൻ നിങ്ങളോട് പൊറുക്കാൻ വന്നൊന്നുമല്ല. ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വന്നതാ. സ്വന്തമായിട്ട് കിടപ്പാടമില്ലാത്ത കാലത്ത് ആരാന്റെ ചായ്പിലും കടത്തെണ്ണയിലും അടുപ്പ് കൂട്ടി ഞാൻ എന്റെ മക്കൾക്ക് കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിന്നേ സ്വന്തം വീട്ടിൽ നിന്ന് മക്കളെ പേടിച്ച് ഇറങ്ങി വന്നിരിക്കുക. അതിന് കാരണം നിങ്ങളുടെ മകളാ അനുപമ. അനുചേച്ചി എന്തേതൊന്ന് ആന്റി പറയുന്നേ? വെറുതെ അനുചേച്ചിയെ കുറ്റം പറയാതെ ചേച്ചി ഏത് തെറ്റെന്താന്ന് പറ, അതിന്റെ തെളിവ് കാണിക്കും. അത് ശരി, നിനക്ക് വേണ്ടി ജീവൻ വെച്ചല്ലോടി. ഇതാണ് നിന്റെ അച്ഛന്റെ മിടുക്ക്. പെൺമക്കളെ പമ്പരം പോലെ കറങ്ങാൻ പഠിപ്പിക്കും. അതെടി, കറങ്ങിച്ചെന്ന് വീഴുന്നെടുത്ത് നീയൊക്കെ മുടിപ്പിക്കുകയും ചെയ്യും. മതി സുശീലേ, ഇനി ഇവിടെ നിന്ന് നീ വല്ലതും പറഞ്ഞ എനിക്ക് നിന്നെ പോലെ തന്നെ തരം താഴേണ്ടി വരും. പിന്നെ അനന്തമാഷ ആട്ടിയിറക്കിയെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചോണ്ട് നടക്കേണ്ടി വരും നിനക്ക്. തന്റെ ആട്ട് കേൾക്കാൻ എന്റെ പട്ടി നിൽക്കൂവിടെ. താൻ ചെവിയിൽ നുള്ളിക്കോ. എന്നെ പെരുവഴിയിലാക്കിയ തന്റെ മകളെ അവളെ ഓർത്ത് താൻ ദുഃഖിക്കേണ്ടി വരും. നോക്കിക്കോ. സുശീല പറയുന്നേ, എന്റെ വീട്ടിൽ നിന്ന് താൻ ആ മൂധവി വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ താനും തന്റെ കുടുംബവും മുച്ചൂടും മുടിഞ്ഞു പോവും. സുശീല പറയുന്നേ.